എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് സിലോപ്പിയ മപ്പാസാണ് കാണിക്കുന്നത്. നിങ്ങളുടെ നാട്ടിലേക്ക് സിലോപ്പിയയ്ക്ക് എന്ത് പേരാണ് പറയുന്നതെന്ന് അറിയില്ല, എന്നാലും നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് 3 സ്പൂൺ മുളക് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു വലിയ സ്പൂൺ മല്ലിപ്പൊടി, ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു അര സ്പൂൺ പെരിഞ്ജീരകപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു സ്പൂൺ വെളിച്ചെണ്ണ. ഇത്രയും ഇത് ഒരു 1/4 ഗ്ലാസ് വെള്ളമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ വെള്ളം കൂടുതൽ വേണമെങ്കിൽ ഇച്ചിരി കൂടെ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ മീൻ ഓരോന്നും പെറുക്കി ആ കഷ്ണങ്ങളിൽ നന്നായിട്ട് പുരട്ടി നമ്മൾ മാറ്റി വയ്ക്കുക. ഇനി ഇത് നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കണം. അതിന് നോൺ സ്റ്റിക്കിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് ഓരോ മീനും നന്നായിട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പുറത്തെ അടുപ്പിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, സബോള ഒന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ട്. അതിന് വേണ്ടി എണ്ണയൊഴിച്ച് സബോളയും പച്ചമുളകും കൂടെ നമ്മളിട്ട് നന്നായിട്ട് വഴറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ മീൻ ഒരു വശമൊക്കെ മൊരിഞ്ഞു, രണ്ടാമത്തെ വശം മറിച്ചിട്ട് കൊടുത്തു. അപ്പം ഇനി അത് ഓരോന്നും നമുക്ക് മാറ്റി പ്ലേറ്റിലോട്ട് വെക്കണം. അപ്പം അതിന് വേണ്ടി ഈ സബോളയ്ക്കകത്തോട്ട് നമ്മൾ ഇഞ്ചിയും ഇട്ട് കൊടുത്തു. ഇനി ഇത് ഓരോന്നും നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഈ സബോള നമുക്ക് അപ്പുറത്തെ അടുപ്പിലെ സബോള നന്നായിട്ട് വഴരാൻ വേണ്ടി നല്ല സമയം എടുക്കും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഈ മീനും ഫ്രൈ ചെയ്തെടുക്കാമെന്നാണ്. സബോളയുടെ കൂട്ടത്തിൽ നമ്മൾ വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മീനൊക്കെ റെഡിയായി വരുന്നു. അതിലേക്ക് നമ്മൾ തക്കാളിയും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. ഇനി നമുക്ക് ആവശ്യമുള്ള സാധനം തേങ്ങാപ്പാലാണ്. ഒന്നാമത്തെ പാല് നമ്മൾ അടിച്ച് കുറച്ച് ഗ്ലാസ്, 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടിച്ച് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. രണ്ടാമത്തെ നിറച്ച് വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മൾ രണ്ടാമത്തെ പാല് അടിച്ചുകൊണ്ട് വന്ന് നമ്മൾ ഈ വഴന്ന് വന്ന ഈ സബോളയിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ എളുപ്പത്തിന് അതിൻ്റെ മണ്ടേ തന്നെ വെച്ചിട്ടാണ് അരിച്ചെടുക്കുന്നത്. അപ്പം അങ്ങനെ അതൊന്ന് കുറുകാൻ വേണ്ടി നമ്മൾ തീ ഒന്ന് കൂട്ടി വെക്കണം. ഒപ്പം തന്നെ നമ്മളൊരു വലിയ പോട്ട് എടുത്തിട്ട് നമ്മൾ ആ മീനൊക്കെ പെറുക്കി വെച്ച് അതിൻ്റെ മണ്ടയിലേക്ക് ആ കുറുകി വന്ന ഗ്രേവി ഒഴിച്ചു കൊടുക്കണം. ഇത് ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പം നമുക്ക് ഇനി മെയിനായിട്ടുള്ള ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാഴയില വെട്ടിയത് അതിനകത്തോട്ട് അതിൻ്റെ മീതെ വെച്ച് കൊടുക്കണം. ഇതൊന്ന് ഈ വാഴയില ഒന്ന് സെറ്റായി വരുമ്പം എന്ന് പറഞ്ഞാൽ ഒരു 3-4 പ്രാവശ്യം നല്ല തിള വന്നു കഴിയുമ്പം നമ്മൾ ആ വാഴയില എടുത്ത് നമുക്കൊന്ന് മാറ്റി നമുക്ക് ആ മീനിൻ്റെ എങ്ങനെയാണ് വെള്ളം ഒത്തിരി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് നോക്കണം. കാരണം ഒരുമാതിരി പറ്റിയതായിട്ട് തോന്നി. ഇപ്പം നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ നമ്മൾ ആദ്യം മാറ്റി വെച്ച 1-ാം പാല് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഈ 1-ാം പാൽ ഒഴിച്ച് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ആ വാഴയില എടുത്ത് വെച്ച് ആ 1-ാം പാലും ഈ മീനും ആ വാഴയിലയുടെ ആ സ്മെല്ലും എല്ലാം കൂടി ഒന്ന് സെറ്റാകാൻ വേണ്ടി വീണ്ടും ചെറിയ തീയിലിട്ട് കൊടുത്താൽ മതി. തീ ഒന്നും കൂട്ടണ്ട, ചെറിയ തീയിലിട്ട് നമ്മൾ അടച്ചു കൊടുക്കുക. അത് ഇപ്പം നല്ല അടിപൊളി മണമുള്ള മപ്പാസ് റെഡി ആയിട്ടുണ്ട്. കുട്ടനാടൻ മപ്പാസാണ്, നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ കമൻറ്റും കൂടെ ഒന്ന് രേഖപ്പെടുത്തണം. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണേ. ഓക്കെ, താങ്ക് യു.